പ്രിയമുള്ളവർ, വീണ്ടും ഒരു ഓണക്കാലം കൂടി വരാൻ ഓണത്തെ വരവേൽക്കാൻ എല്ലാ മലയാളിയും ഒരുങ്ങിക്കഴിയും. ഇഴുകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഓണാഘോഷ പരിപാടികൾക്ക് ഹരിതകർമ്മസേനയുടെ ഓണാഘോഷത്തോടെ തുടക്കം കുറിച്ചിരിക്കുന്നു. ഓണത്തിന് നമ്മുടെ പഞ്ചായത്തിനെ സജ്ജമാക്കുന്നത് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പഞ്ചായത്തിലെ കൃഷിഭവൻ എന്ന നേതൃത്വത്തിൽ ഓണച്ചന്ത ഇന്ന് ഈ സെപ്റ്റംബർ മാസം 1-ാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒപ്പം പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ഓണച്ചന്തയും ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. ഒപ്പം തന്നെ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന BFTCKയുടെ ഓണച്ചന്തയും ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. അങ്ങനെ അവശ്യ സാധനങ്ങളെല്ലാം ലഭ്യമാകുന്ന ഐശ്വര്യസമൃദ്ധമായ സമാധാനപൂർണ്ണമായ ഒരു ഓണം എല്ലാവർക്കും നേരുന്നു. എല്ലാവർക്കും എല്ലാവിധ ഓണാശംസകൾ. ഓണത്തിൽ സാധനങ്ങളുടെ വില, പച്ചക്കറിയുടെ വില, മറ്റ് അവശ്യ വസ്തുക്കളുടെ വില പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിലാണ്. സംരംഭമായ ഒരു മൂല്യവർദ്ധിത യൂണിറ്റിൻ്റെ ഒരു ഉദ്ഘാടനം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത്. അതിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം നമ്മുടെ ചന്തയിലൂടെ വിൽക്കാനായി വച്ചിട്ടുണ്ട്. എല്ലാവരും വാങ്ങി സഹകരിച്ച് ആ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അറിയിക്കുന്നു. അവരെ മാത്രവുമല്ല, നമ്മുടെ എല്ലാ സംരംഭകരും നല്ല നല്ല പ്രോഡക്റ്റുകൾ നമ്മുടെ മേളയിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. തുണി ഐറ്റങ്ങളുണ്ട്, അല്ലാതെ എല്ലാ ഐറ്റങ്ങളും. അതുപോലെ തന്നെ നമ്മുടെ നല്ലതായി നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല JLG ഗ്രൂപ്പുകളുണ്ട്, അവരുടെ കൃഷി സാധനങ്ങളുണ്ട്. ഇതെല്ലാം വാങ്ങി നല്ലവരായ നാട്ടുകാർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അറിയിക്കുകയാണ്. കേരളത്തിലെ വനിതകളുടെ ശാക്തീകരണത്തിന് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കുടുംബശ്രീ. കുടുംബശ്രീ പ്രസ്ഥാനം ഇപ്രകാരം സ്വയം കരുത്താർജിക്കുന്ന വനിതകളെ സൃഷ്ടിക്കുക, വനിതകൾക്ക് സ്വയം കരുത്താർജിക്കാൻ സംഘടിച്ച് ശക്തരാവുക എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി സംഘടിച്ചുകൊണ്ട് അവർക്ക് പരസ്പര ശാക്തീകരണവും സ്വയം ശാക്തീകരണവും കൈവരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പോകുന്ന ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് കുടുംബശ്രീ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്നെനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. വളരെയേറെ കുടുംബശ്രീ യൂണിറ്റുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഈ പഞ്ചായത്തിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നാടൻ ഉൽപ്പന്നങ്ങളായി സംഭരിച്ച് നമ്മുടെ നാട്ടിൽ വിപണനത്തിന് വേണ്ടി കൊണ്ടുവന്നിരിക്കും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇത് 1, 2, 3 തീയതികളിലാണ് വെച്ചിട്ടുള്ളതെങ്കിലും 3-ാം തീയതിക്ക് മുമ്പ് ഇത് വിറ്റ് തരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. നിങ്ങൾക്കുണ്ടോ? ഇല്ല. അനുഭവമാണ്. നമ്മുടെ പഞ്ചായത്തിൽ വരുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും നാടൻ ഉൽപ്പന്നങ്ങളും എല്ലാം വളരെ അതിവേഗം വിറ്റ് തീരുന്ന, അതിവേഗം ചെലവഴിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയെയും കൃഷിഭവനെയും കാർഷിക മേഖലയും കാർഷിക ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദനവും എല്ലാം സംരക്ഷിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലുള്ളത്. കാണാൻ നിൽക്കേണ്ട ഒരു അവസ്ഥ നമ്മുടെ പഞ്ചായത്ത് ഇപ്പം വെച്ചിട്ടില്ല. കാരണം എല്ലാവർക്കും വില കുറച്ച് നമുക്ക് ഉൽപ്പന്നങ്ങൾ മേടിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിപുലമായ രീതിയിലാണ് ഇവിടെ ഉള്ള പരിപാടികൾ നമ്മൾ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചിട്ടുള്ളത്. കാരണം വിഷരഹിതമായ പച്ചക്കറികൾ, അതുപോലെ തന്നെ നമ്മുടെ സഹോദരിമാർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ശുദ്ധിയും വെടിപ്പുമുള്ള മറ്റു ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മേടിച്ച് ഓണാഘോഷിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവം. പക്ഷേ അങ്ങനെയല്ല നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. 28 ദിവസം ഓണമെന്നാണ്. 28ാമത്തെ ദിവസം നമ്മൾ വിപുലമായി വീണ്ടും ആഘോഷിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴേ സാധനങ്ങൾ മേടിച്ച് വെച്ചാൽ പല്ലായി പോവില്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് ഒരു മാർക്കറ്റ് ഇവിടെ വരണം. കാരണം അത്ര നല്ല പ്രോഡക്റ്റുകളാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. എല്ലാവർക്കും നല്ല ഹൃദ്യമായ ഒരു ഓണാശംസകൾ നേരുകയാണ്. വീണ്ടും ഓണാഘോഷത്തിൻ്റെ ആർഭാടത്തിലേക്ക് എത്തിയിരിക്കുക. എല്ലാവിധമായിട്ടുള്ള വിലക്കുറവിലും ആളുകൾക്ക് തൃപ്തികരമായിട്ടുള്ള ഓണ വിഭവങ്ങൾ കൊടുക്കുന്നതിനും പഞ്ചായത്തും CDSും ചേർന്നുള്ള ഈ സംരംഭത്തിന് എല്ലാവിധമായ ഭാവങ്ങളും തന്നുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മഴ വരുന്നു. ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓണവിപണി നമുക്കറിയാം. ഇക്കാലത്തെ വിലക്കയറ്റവും കാര്യങ്ങളുമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു പരിധിവരെ അത് പിടിച്ചു നിർത്തുന്നതിന് കുടുംബശ്രീയുടെ ഇടപെടലുകൾ വളരെ വലുതാണ്. നിങ്ങളുടെ സാധന സാമഗ്രികൾ വളരെ വേഗം വിറ്റഴിക്കട്ടെ, നല്ല വിപണനം നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേട്ടോ. പുതിയ ഈ ഇവിടുത്തെ ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ഒരു ഏരിയ ഉണ്ട്. ആ മാവേലി സ്റ്റോറിൻ്റെ മുമ്പിൽ ആ ഏരിയയിൽ ചെറുതാടൊന്ന് കെട്ടിമറച്ച് അതിനകത്ത് ഒതുങ്ങിക്കൂടുന്ന ഒരു കുടുംബശ്രീ ഓണച്ചന്തയെ ഇങ്ങ് എഴുവൻ ജംഗ്ഷനിലേക്ക് എത്തിച്ചത് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതി തുടക്കം മുതൽ ഈ കുടുംബശ്രീ ഓണച്ചന്തയെ ബന്ധപ്പെട്ട് ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട്
കുടുംബശ്രീക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട്, അത് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് അറിയാം, ശങ്കരൻകുട്ടി സാറിന് അറിയാം, ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ വീട്ടമ്മമാരെ, കുടുംബശ്രീ യൂണിറ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല ശ്രമങ്ങൾ നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞു. ഞാൻ പ്രിയപ്പെട്ട CDS ചെയർപേഴ്സൻ്റെ അടുത്തും കുടുംബശ്രീ യൂണിറ്റിലെ ആളുകൾക്കും ഞാനിവിടെ എല്ലാം പറഞ്ഞു. ഇപ്പം ഞാൻ തന്നെ താഴെ പോയി ഹരിതമിത്രം ഹരിതമിത്രം പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ ഒരു പ്രോഡക്റ്റ് ചിപ്സൊക്കെ എടുത്ത് കഴിച്ചു. സത്യത്തിൽ ഞാൻ ഇന്നേ വരെ ഇത്രയും രുചിയോടുകൂടി ചിപ്സ് കഴിച്ചില്ല. ഇപ്പം തന്നെ ചിപ്സ് നന്നായിരുന്നു. ഈ ഓണക്കാലത്തും ഇവിടെ എഡ്ഗോൺ ഗ്രാമപഞ്ചായത്തിലെ സ്വയം സംരംഭകരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള വിഷരഹിതമായ പഴങ്ങളും പച്ചക്കറികളും ലഭ്യമാക്കുകയും ആഹാര വസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെയൊരു ഓണച്ചന്ത ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെയധികം അഭിമാനമുണ്ട്.